നമസ്കാരം. EMT ഗ്ലോബൽ പ്രസൻസ് ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ. വനിതകളെയും ഭിന്നശേഷിക്കാരെയും ജോലിക്ക് വെക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അധിക ധനസഹായം. സൗദിവൽക്കരണം നടപ്പാക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി വ്യവസ്ഥകളിലാണ് ഇക്കാര്യമുള്ളത്. ധനസഹായ പദ്ധതി ആരംഭിച്ചതായി തൊഴിൽ സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ രാജ്ഹി ചൊവ്വാഴ്ച അറിയിച്ചിരുന്നു. സൗദി ജീവനക്കാരെ ജോലിക്ക് വെക്കുന്ന സ്ഥാപനങ്ങൾക്ക് 36 മാസം വരെയാണ് ധനസഹായം നൽകുക. പദ്ധതി പ്രകാരം ചെലവഴിക്കുന്ന തുകയുടെ 70% സ്വദേശികളെ ജോലിക്ക് വെക്കുന്നതിനും 30% സൗദികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനുമാണ് വിനിയോഗിക്കുക. ആദ്യ വർഷം സൗദി ജീവനക്കാരുടെ വേതനത്തിന്റെ 30%, രണ്ടാം വർഷം 20%, മൂന്നാം വർഷം 10%മാണ് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയത്തിനു കീഴിലെ മാനവശേഷി വികസന നിധിയിൽ നിന്ന് നൽകുക. സൗദി വനിതകളെയും ഭിന്നശേഷിക്കാരെയും ജോലിക്ക് വെക്കുന്നതിന് അധിക സഹായം നൽകും. 4000 റിയാലിൽ കുറവ് വേതനത്തിൽ സൗദി ജീവനക്കാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പദ്ധതി പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. ന്യൂസ് ടുഡേ, റിയാദ്. കൊടുവള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിൽ സന്തോഷമുണ്ടെന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന MA റസാഖ് മാസ്റ്റർ ജിദ്ദയിൽ പറഞ്ഞു. ഹൈക്കോടതി വിധി ജിദ്ദയിലെത്തിയപ്പോഴാണ് അറിഞ്ഞത്. വിധി പഠിച്ചതിനു ശേഷം കൂടുതൽ പ്രതികരിക്കുമെന്നും റസാഖ് മാസ്റ്റർ വ്യക്തമാക്കി. ഇടതുപക്ഷം വ്യാജ പ്രചാരണത്തിലൂടെയാണ് വിജയം നേടിയതെന്ന് കോടതി വിധിയിലൂടെ തെളിഞ്ഞു. പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണ മാറ്റാൻ വിധിക്ക് സാധിച്ചതിൽ സന്തോഷമുണ്ട്. അപ്പീൽ പോകുന്നതിനെ ഭയക്കുന്നില്ല. കേരള ഹൈക്കോടതിയാണ് വ്യാജ പ്രചാരണം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടർമാരായ 2 പേർ ഇത് ഹൈക്കോടതി മുമ്പാകെ കൊണ്ടുപോകുന്നു. ഹൈക്കോടതിയുടെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചു അതിന് തെളിവുകൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിധിയാണ്. ആ വിധി ഒരു സത്യത്തിൻ്റെ വിജയമാണ്, നീതിയുടെ വിജയമാണ്, ജഗന്യന്താവായ സൃഷ്ടാവിൻ്റെ തീരുമാനമാണ്. വ്യാജ CD നിർമ്മിച്ച് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഇടതുപക്ഷം പ്രചരിപ്പിച്ചത്. പൊതുജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ച തെറ്റിദ്ധാരണ മാറ്റാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും MA റസാഖ് മാസ്റ്റർ പറഞ്ഞു. സൗദി അറേബ്യയിൽ 323 ടൺ കരുതൽ സ്വർണ്ണ ശേഖരമുള്ളതായി വേൾഡ് ഗോൾഡ് കൗൺസിൽ കണക്കുകൾ വ്യക്തമാക്കുന്നു. അറബ് ലോകത്തെ ആകെ കരുതൽ സ്വർണ്ണ ശേഖരത്തിന്റെ 24.9% സൗദിയിലാണുള്ളത്. ലോകത്തെ ആകെ കരുതൽ സ്വർണ്ണ ശേഖരത്തിൽ 1% സൗദി അറേബ്യയിലാണ്. ലോകരാജ്യങ്ങളിൽ ആകെ 33,637 ടൺ കരുതൽ സ്വർണ്ണ ശേഖരമാണുള്ളത്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 14ാം സ്ഥാനത്താണ് സൗദി അറേബ്യ. എന്നാൽ അറബ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരമുള്ളത് സൗദിയിലാണ്. രാജ്യങ്ങളും സ്ഥാപനങ്ങളും അടക്കം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരമുള്ളവരുടെ പട്ടികയിൽ സൗദി അറേബ്യ 17ാമതാണ്. അന്താരാഷ്ട്ര നാണയനിധി, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്, ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് എന്നിവയുടെ പക്കൽ സൗദിയുടെ ഉടമസ്ഥതയിലുള്ളതിനേക്കാൾ സ്വർണ്ണശേഖരമുണ്ട്. കഴിഞ്ഞ വർഷം 3ാം പാദത്തിലെ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ കരുതൽ സ്വർണ്ണ ശേഖരത്തിൽ 0.1% വർധനയുണ്ടായി. അറബ് ലോകത്തെ സ്വർണ്ണ കരുതൽ ശേഖരത്തിൽ 15.5 ടണ്ണിന്റെ വർധനയാണുണ്ടായത്. ന്യൂസ് ടുഡേ, റിയാദ്. ജുബൈലിലും ദമാമിലും വ്യാപകമായ മദ്യമയക്കുമരുന്ന് വിൽപ്പനയും നിർമ്മാണത്തെയും തുടർന്ന് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ പിടിയിൽ. ദമാം, കത്തീഫ് എന്നിവിടങ്ങളിൽ നിന്ന് ഏകദേശം 30ഓളം ആളുകൾ സുരക്ഷാ വിഭാഗത്തിന്റെ പിടിയിലായി. ഇതിൽ 4 പേർ മലയാളികളാണ്. 5 ശ്രീലങ്കൻ സ്ത്രീകളും പിടിയിലായവരിൽ ഉൾപ്പെടും. മദ്യത്തെക്കാൾ ഏറെ മയക്കുമരുന്നിന്റെ വിൽപ്പനയാണ് നഗരങ്ങളെ കേന്ദ്രീകരിച്ചും കമ്മ്യൂണിറ്റി സ്കൂളുകൾ കേന്ദ്രീകരിച്ചും നടക്കുന്നത്. ഇതിനു പിന്നിൽ അറബ് വംശജർക്കൊപ്പം പാകിസ്ഥാൻ യുവാക്കൾ അടങ്ങുന്ന വലിയൊരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. ആഡംബര കാറുകളിൽ കലാലയങ്ങൾക്ക് സമീപം വിദേശ വിദ്യാർത്ഥികളെ വലവീശി പിടിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുകയാണ് ഇവരുടെ രീതി.
മയക്കുമരുന്ന് കടത്തിന് വധശിക്ഷ വരെ നൽകുന്ന നിയമം നിലനിൽക്കെ എല്ലാം അറിഞ്ഞ് ഈ കൃത്യത്തിന് മുതിരുന്ന നിയമലംഘരികളിൽ മലയാളികളും ഉൾപ്പെടുന്നുവെന്നതാണ് ഏറെ ഞെട്ടിക്കുന്നത്. വാർത്താമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ശക്തമായ ബോധവൽക്കരണം നടത്തിയിട്ടും ഈ കൃത്യത്തെ വളരെ ലാഘവത്തോടെ കാണുന്ന പ്രവണതയ്ക്കെതിരെ ശക്തമായ ഇടപെടൽ അനിവാര്യമാണെന്ന് സാമൂഹ്യ പ്രവർത്തകരും വിവിധ സാംസ്കാരിക സംഘടനകളും ആവശ്യപ്പെടുന്നു. പ്രവാചക മസ്ജിദിന്റെ മുറ്റം വികസിപ്പിക്കുന്നതിനുള്ള ജോലികൾ മദീന വികസന അതോറിറ്റി ആരംഭിച്ചു. മസ്ജിദ് നബവിക്ക് പടിഞ്ഞാറുള്ള മുഴുവൻ കെട്ടിടങ്ങളും പൊളിച്ചു നീക്കുന്നുണ്ട്. അൽസലാം മ്യൂസിയം മാത്രമാണ് ഇവിടെ പൊളിക്കാത്തത്. സൂക്കുൽ മനാക്ക ഏരിയയിലാണ് ഇപ്പോൾ വികസന പദ്ധതി നടപ്പാക്കുന്നത്. സൂക്കുൽ മനാക്കയെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മസ്ജിദ് നബവി മുറ്റത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. പൊളിച്ചു നീക്കൽ ജോലികൾ 15 ദിവസത്തിനകം പൂർത്തിയാകും. മസ്ജിദ് നബവി മുറ്റത്തെ എക്സിറ്റ് 8 മുതൽ 15 വരെയുള്ള മുഴുവൻ ഗേറ്റുകളും വികസന പദ്ധതിക്ക് വേണ്ടി അടയ്ക്കും. സൂക്കുൽ മനാക്കയിൽ സ്റ്റാളുകൾ നടത്തിയിരുന്ന സൗദികൾക്ക് താൽക്കാലികമായി അനുയോജ്യമായ ബദൽ ക്രമീകരണം ഏർപ്പെടുത്തുന്നതിന് മദീന നഗരസഭയും മദീന വികസന അതോറിറ്റിയും എത്രയും വേഗം ഏകോപനം നടത്തണമെന്ന് മദീന ഗവർണർ ഫൈസൽ ബിൻ സൽമാൻ രാജകുമാരൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ അതിശൈത്യവും പൊടിക്കാറ്റും തുടരുന്നു. ദമാമിൽ കടുത്ത പൊടിക്കാറ്റാണ് ഇന്നലെയും ഇന്നും അനുഭവപ്പെട്ടത്. തുറൈഫിൽ അതിശൈത്യത്തെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. തുറൈഫ്, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ അനുഭവപ്പെട്ട അതിശൈത്യവും പൊടിക്കാറ്റും ജനജീവിതം ദുസ്സഹമാക്കി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് റിയാദ്, തുറൈഫ് വിമാന സർവീസുകൾ സൗദി എയർലൈൻസ് റദ്ദാക്കി. ശക്തമായ പൊടിക്കാറ്റിനെ തുടർന്ന് ദമാം ബഹ്റൈൻ റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അന്തരീക്ഷത്തിൽ പൊടിപടലം നിറഞ്ഞതോടെ റോഡ് ഗതാഗതവും ദുഷ്കരമായി. റിയാദിലും പരിസര പ്രദേശങ്ങളിലും ഇന്നലെ ഉച്ചയോടെ ശീതക്കാറ്റും ശൈത്യവും അനുഭവപ്പെട്ടു. ശൈത്യ കാലാവസ്ഥ ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ടുഡേ, റിയാദ്. റിയാദ് കലാഭവൻ 1921 ഖിലാഫത്ത് പ്രകാശനവും ബിഗ് സ്ക്രീൻ പ്രദർശനവും ഇന്ന് വൈകിട്ട് നടക്കുന്നു. റിയാദ് കലാഭവന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് അണിയിച്ചൊരുക്കി പ്രവാസികളുടെ ഹൃദയം കീഴടക്കിയ ദേശീയ സംസ്ഥാന അവാർഡ് ജേതാവ് ജയൻ തിരുമനയുടെ സംവിധാനത്തിൽ 50-ൽ പരം കലാകാരന്മാർ അരങ്ങിലെത്തി റിയാദിൽ ചരിത്രം സൃഷ്ടിച്ച 1921 ഖിലാഫത്ത് നാടകത്തിന്റെ CD പ്രകാശനവും ബിഗ് സ്ക്രീൻ പ്രദർശനവും ഇന്ന് വൈകിട്ട് അൽമദീന ഹൈപ്പർ മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. പ്രസ്തുത ചടങ്ങിലേക്ക് മുഴുവൻ കലാസ്നേഹികളെയും കുടുംബത്തെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ടുഡേ, റിയാദ്. സ്വദേശീവൽക്കരണത്തിലൂടെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്നത് ആയിരക്കണക്കിന് പ്രവാസികൾ. ഈയൊരു ഘട്ടത്തിൽ തൊഴിൽ നഷ്ടമാവുന്നവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഇന്ത്യൻ തൊഴിൽ സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന്റെ ഭാവി എന്താണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസി വീക്ഷണം പരിപാടിയിലൂടെ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖർ സംവദിക്കുന്നു. പ്രിയമുള്ളവരെ, ഏതൊരു പ്രവാസത്തിൻ്റെയും കാലപരിധി എന്ന് പറയുന്നത് 50 വർഷം എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗൾഫ് പ്രവാസത്തിൻ്റെ കാലപരിധി അവസാനിച്ചിരിക്കുന്നു എന്ന് ഇന്നത്തെ സാഹചര്യം നോക്കി നമുക്ക് പറയാൻ സാധിക്കും. കാരണം 70കളിൽ തുടങ്ങിയ പ്രവാസം ഇന്ന് 2020 ആകുമ്പോഴേക്കും ഏകദേശം അതിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് നടന്നു വരികയാണ്. ഈ അവസരത്തിൽ എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രവാസം കഴിഞ്ഞ് നമുക്ക് എന്ത് എന്ന് ചോദിക്കുന്ന ആളുകൾ ഇപ്പോഴുണ്ടാകുന്ന പ്രതിസന്ധിയെ മറികടന്ന് 1-2 വർഷം കഴിഞ്ഞ് ഇതൊക്കെ ശരിയാകും എന്നാഗ്രഹിച്ച് പിടിച്ചു നിൽക്കുന്ന ആളുകൾ നമുക്ക് കാണാം. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, 3 വിധത്തിലാണ് പ്രവാസം മതിയാക്കിയ ആളുകൾ പോകുന്നത്. ഒന്ന്,
സ്വദേശിവൽക്കരണവുമായി ബന്ധപ്പെട്ട് ജോലി നഷ്ടപ്പെടുന്ന ആളുകൾ. രണ്ടാമത്തത് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ബിസിനസ് കുറഞ്ഞ് കമ്പനികളിൽ നിന്നും ആളെ പിരിച്ചുവിടുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചുപോക്ക്. മൂന്നാമത്തത് സ്വയം തൊഴിൽ കണ്ടെത്തി നടത്തി വരുന്ന ചെറിയ ബിസിനസ്സുകളിൽ വരുമാനം ചെലവിനേക്കാൾ കുറയുമ്പോൾ സ്വാഭാവികമായും നിർത്തിപ്പോരേണ്ട അവസ്ഥ. ഈ മൂന്ന് ആളുകളെയും സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, തിരിച്ചുവരവിനെ കാത്തു നിൽക്കുന്നതിന് പകരം ഇത് കാത്തു നിന്നാൽ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ മറിഞ്ഞ് നല്ല രീതിയിലേക്ക് വന്നാൽ തന്നെ നിലവിലുള്ള പ്രവാസികളിൽ 50% അധികം ആളുകൾക്ക് ഇവിടെ തങ്ങാൻ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം അത്രയും ആളുകൾ സ്വദേശത്ത് തന്നെ പഠിച്ചു വരികയാണ്. അവർക്ക് അവരുടേതായ തൊഴിലും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പ്രവാസികൾക്ക് അത്രയും ജോലി സാധ്യത ഇവിടെ കുറയും. എന്നതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ള സാഹചര്യങ്ങൾ നാട്ടിലായാലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രദേശത്തായാലും കണ്ടെത്തി അവിടെ ജോലിയോ അല്ലെങ്കിൽ സ്വയം തൊഴിലോ കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇസ്മായിൽ നീറാട്. കൊഴിഞ്ഞു പോകുന്ന പ്രവാസം, ഒഴിഞ്ഞു പോകുന്ന പ്രവാസം. കുടിയിരുത്തപ്പെടേണ്ടത് നമ്മളെയാണ്, കുടിയിരിക്കേണ്ടത് നമ്മളാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവാസി കോൺഗ്രസിൻ്റെ സഹകരണത്തോടു കൂടെ മലപ്പുറം ആസ്ഥാനമായി പ്രവാസി സഹകരണ കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രവാസി ക്ഷേമ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട്. നമ്മൾ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധ കച്ചവട മേഖലയിൽ, റീറ്റെയിൽ മേഖലയിൽ ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ഒരു പ്രോജക്റ്റായിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഓരോ പഞ്ചായത്തിലും ബേസ് ചെയ്തുകൊണ്ട് ആ പഞ്ചായത്തിലുള്ള പ്രവാസികളായിരിക്കുന്ന സുഹൃത്തുക്കളായിരിക്കും അതിൻ്റെ പ്രായോജകർ. അവർ തന്നെയാണ് അതിൽ ജോലി ചെയ്യുന്നവരും. 50% ഓണർഷിപ്പും അവർക്ക് തന്നെ ആയിരിക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 0557823755. SK നായർ ഫ്രം റിയാദ്. അപ്പോൾ നമുക്ക് പ്രവാസികൾ മലയാളികൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തിരി വളരെ ചലഞ്ചിങ് ആയിരുന്നു നമുക്ക് പറയാം പ്രത്യേകിച്ച്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ പിടിച്ചു നിന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ പിടിച്ചു നിന്ന് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ സംഗതിയാണ് പറയാനുള്ളത്. അതായത് നല്ല സമയം വരാൻ പോവാണ്. കാരണം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നിന്ന് പോയിട്ടുള്ള പല പ്രോജക്റ്റുകൾ ഇവിടെ ഇപ്പോൾ റീഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മെട്രോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ രാജ്യം മൊത്തത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു ഇക്കോണമിക് ഗ്രോത്തിന് ഇത് സഹായം ചെയ്യും. പിന്നെ സൗദിയിലെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പോൾ ഒരു ഡിപ്രഷൻ ആണെങ്കിൽ തന്നെ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. അതായത് ആഫ്റ്റർ എവറി ഡിപ്രഷൻ ദർ വിൽ ബി എ ബൂം. അപ്പോൾ ഇനി വരാൻ പോണ നല്ല സമയങ്ങളാണ്. പിന്നെ നാട്ടിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നാട്ടിലും വളരെ പ്രതീക്ഷാപരമായിട്ടുള്ള ഒരു സംഭവം അല്ലല്ലോ മൊത്തത്തിൽ. കാരണം നമ്മുടെ ഗവൺമെൻറ്റുകളെയൊന്നും ഡിപ്പെൻഡ് ചെയ്തിട്ട് നാട്ടിലേക്ക് പോയിട്ട് കാര്യം ഉണ്ടാവില്ല. നമുക്ക് നിരാശപ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ പിടിച്ചു നിന്ന ആൾക്കാരൊക്കെ പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പിന്നെ ക്ഷമിച്ച് നിൽക്കണം. നമുക്ക് ലെവിയുടെയും പ്രോബ്ലംസൊക്കെ ഉണ്ട്. എന്നാലും നല്ല സമയം വരും, അല്ലെങ്കിൽ നല്ല കാലം വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഞാൻ അലി ആർളം കൂട്ടായ്മയുടെ അഡ്മിൻ. ഞാനൊരു ചെറുകിട കച്ചവടക്കാരനാണ്. എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ വളരെ വിഷമത്തിലാണ് ചെറുകിട കച്ചവടക്കാരെല്ലാവരും. കച്ചവടത്തിൻ്റെ മേഖല മലയാളികൾ ഏകദേശം പകുതിയിലേറെ പേരും കൈയൊഴിഞ്ഞ മട്ടിലാണുള്ളത്. ത്തിലുള്ള ഒരു നേപ്പാളി സൂക്ക് എന്ന് പറയുന്ന സൂക്കിൽ ഒരു ഷോപ്പ് പോലും ഇനി ബാക്കിയില്ല, എല്ലാം അടച്ചു. ഇതിൻ്റെ സാധ്യതകൾ ഇനി ഇവിടുന്ന് ഒരു കൊല്ലം കൂടെ കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. ഇതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നമസ്കാരം, ഞാൻ കുമ്മൽ സുധീർ, റിയാദ് നവോദയ. പ്രവാസികളൊരു തിരിച്ചുപോക്കിൻ്റെ വേളയിലാണ്. സൗദീസേഷൻ ശക്തമായി നടപ്പാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇവിടുന്ന് തിരിച്ചു പോകേണ്ട ഒരവസ്ഥയാണുള്ളത്. ഒന്ന്, ഏതു കാര്യത്തെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോസിറ്റീവായി സമീപിക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ അനുഭവ സംഭവത്ത് ഗുണകരമായി തീർക്കാനുള്ള ശ്രമം നിങ്ങൾ ആദ്യം നടത്താൻ കഴിയുന്നത്ര ആൾക്കാർ. കേരള സർക്കാരിൻ്റെ ഒരു NDPREM എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. ആ പദ്ധതി പ്രകാരം 20 ലക്ഷം രൂപ വരെ സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ട് കേരള സർക്കാർ നൽകുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ ഈ പദ്ധതി ഉപകരിക്കും. നിങ്ങൾ വളരെ ഗൗരവപൂർവ്വം അതിനെക്കുറിച്ച് ആലോചിക്കണം. ബാങ്കിന് തീർച്ചയായിട്ടും നമ്മൾ ഗ്യാരണ്ടിയും ജാമ്യമൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ നമുക്ക്
വളരെ കുറഞ്ഞ പലിശ ഇളവോടുകൂടി നിൽക്കുന്ന ഈ പദ്ധതി ഉപയോഗിക്കാനും പ്രവാസികൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ് വിനയ പുരസ്സരം ഒരു അഭ്യർത്ഥന.